ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേക്കിംഗ് ആയിട്ട് ക്രാഫ്റ്റ് വർക്കായിട്ട് നമ്മൾ വീട്ടിലൊരു പരിപാടി സംരംഭം തുടങ്ങിയാൽ അത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, അതായത് അഡ്വർടൈസ്മെൻറ്റ് വഴി നമ്മൾ സ്റ്റാറ്റസ് ആയിട്ട് സ്റ്റോറി ആയിട്ടൊക്കെ ഇടുമല്ലോ, അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാനിത് ക്യാൻവ ആപ്പിലാണ് ചെയ്യാറുള്ളത്. ക്യാൻവ ആപ്പിൽ അതിൻ്റെ സെർച്ച് ബാറിൽ അഡ്വർടൈസിങ് പോർട്രേറ്റ് എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ് കേട്ടോ. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർട്രേറ്റ് മോഡിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പോർട്രേറ്റ് മോഡിലാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് അധികം ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് പോർട്രേറ്റ് മോഡിൽ ഈ ഒരു സൈസിനാട്ടോ പോർട്രേറ്റ് മോഡ് എന്ന് പറയുന്നത്. ലാൻഡ്സ്കേപ്പ് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിന് തമ്മിലൊക്കെ അല്ലേ ആ ഒരു സൈസ്. അപ്പോൾ ഇത് ഞാനിവിടെ രണ്ട് രീതിയിലാണ് കാണിക്കുന്നത്. ഒന്ന് സിമ്പിളായിട്ടുള്ളതും ഒന്ന് പിന്നെ നമ്മൾ റേറ്റൊക്കെ ഫ്രെയിമിൻ്റെ റേറ്റൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം സിമ്പിളായിട്ട് ഇതുപോലെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യാൻ കണ്ടുപിടിച്ച് ഇതുപോലെ കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പണിയൊന്നുമില്ല. ക്യാൻവ ആപ്പിൽ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, ഏതൊരാൾക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ താഴെ കളറിൻ്റെ പാനൽ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ഇഷ്ടമുള്ള കളറ്. അപ്പോൾ മുകളിൽ ഉള്ള ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിലുള്ള ടെക്സ്റ്റ് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഫോട്ടോ ഫ്രെയിം എന്ന് എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ബേക്കിങ്ങിൻ്റെ ആണെങ്കിൽ ബേക്കിംഗ് എന്ന് എഴുതി കൊടുക്കാം. അങ്ങനെ എന്താ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ് ഏതാ വെച്ചാൽ അത് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഫോട്ടോ ഫ്രെയിം എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് താഴെ ഞാൻ 1/get 1 എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്, ഒരു അട്രാക്ഷൻ തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ അഡ്വർടൈസ്മെൻറ്റിലൂടെ മറ്റുള്ളവരെ അറിയിക്കാനുള്ളത് വെച്ചാൽ അതൊക്കെ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കുക. ഇത് സിമ്പിളായിട്ടുള്ളൊരു അഡ്വർടൈസിങ് ആണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ഒന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. പിന്നെ ഒരു കേക്കിൻ്റെ അവിടെ ഒരു പിക്ചർ കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ കേക്കിന് പകരം നിങ്ങൾ ഫ്രെയിം ആണെങ്കിൽ നമുക്ക് ഗാലറിക്ക് പോകും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തു. ഇനി നേരെ ഗാലറിക്കാണ് പോവുക. എന്നിട്ട് അതിൽ നിന്ന് ഈ ഒരു ഫ്രെയിം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഡിസ്കൗണ്ട് 20%. അത് നിങ്ങൾക്ക് എത്ര ശതമാനം വെച്ചാൽ അത് ഞാൻ മാറ്റിയിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. പിന്നെ താഴെ ഓർഡർ നൗന്ന് അത് നമുക്ക് വേണമല്ലോ. പിന്നെ അറ്റെന്നുള്ളിടത്ത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കൊടുത്തു. അപ്പോൾ അതാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ക്യാൻവ എടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ മുകളിൽ സെർച്ച് ചെയ്യുന്നില്ല. ആ ഒരു ഫ്രണ്ട് പേജ്, അതായത് ഹോം പേജിൽ തന്നെ ഇതുപോലെ പോസ്റ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് അങ്ങനെ പല രീതിയിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അതിൽ ബെറ്ററായിട്ട് തോന്നിയെന്ന് വെച്ചാൽ അതിൽ ഒരെണ്ണം എടുത്തിട്ട് പോർട്രേറ്റ് ആണെങ്കിൽ ആ മോഡൽ എടുക്കാം, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ പോർട്രേറ്റിൽ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ നമുക്ക് പോസ്റ്ററിലാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത്. പോസ്റ്ററിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലേതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്തു. അതായത് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മൾ നേരത്തെ ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഓരോ ഫ്രെയിമിന് എത്ര റേറ്റ് എന്നുള്ളതൊക്കെ ആഡ് ചെയ്യണമെങ്കിലുള്ളതാണ് ഈ കാണിക്കണത് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒന്ന് ഞാൻ സെലക്ട് ചെയ്തു. അതിൽ നമുക്ക് ആദ്യം ഒരു വലിയ ഫോട്ടോ മുകളിൽ കൊടുക്കാനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഗാലറി പോയിട്ട് നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ താഴെ 2-3 ഫോട്ടോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2-3 ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നായിട്ട് ആഡ് ചെയ്യുകയാണ് കേട്ടോ. ആഡ് ടു പേജ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ ഏതാണ് കൊടുക്കേണ്ടത് വെച്ചാൽ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് ചെറുതായി കൊടുക്കട്ടെ, എന്നാലേ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഒരെണ്ണം മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മൂന്ന് സർക്കിൾ ഷേപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ അതേ 3 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മുകളിൽ വലുതാക്കിയും കൊടുത്തിട്ടുണ്ട്. ഫുള്ളായി കാണണമെന്നില്ല, പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്.
പിന്നെ ആ താഴെയുള്ള ടെക്സ്റ്റ് ഞാനിത് ഫ്രെയിംസ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സേവ് ദ ഡേറ്റ് ആണെങ്കിൽ സേവ് ദ ഡേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ബേക്കിംഗ് ആണെങ്കിൽ ബേക്കിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നെയിം, ഇപ്പോൾ ഞാൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബൈ എഴുതുകയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണ് അവിടെ എഴുതാൻ തോന്നുന്നത് വെച്ചാൽ എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ മുകളിൽ ഇത് നമുക്ക് ഏതെങ്കിലും കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മെയിൽ ID അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബൈ മം എന്നാണ് എഴുതുന്നത്. പിന്നെ മുകളിലത്തെ നമ്പർ ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല കേട്ടോ, നിങ്ങൾ നമ്പർ കൊടുക്കുക. അപ്പോൾ ക്യാൻവയിൽ നമുക്ക് പോസ്റ്റർ അഡ്വർടൈസിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, കാണാൻ നല്ല ലുക്കും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സെർച്ച് ചെയ്തിട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള, കാണാൻ ഭംഗിയുള്ള, മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റർ അല്ലെങ്കിൽ അഡ്വർടൈസിങ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി കേട്ടോ. അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഫ്രെയിംസ് എഴുതി, ഇനി താഴെ നമുക്ക് ഫ്രെയിം റേറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, റേറ്റ് ആണ് ഇപ്പോൾ ഇങ്ങനെ താഴെ ഉണ്ടല്ലോ ഓരോ ചെറിയ ചെറിയ ടെക്സ്റ്റ്, അവിടെയാണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നത്. അതായത് ആ ലൈനിൽ ആ യെല്ലോ ഉള്ളിടത്ത് ഞാൻ ഫ്രെയിം റേറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫ്രെയിം റേറ്റ് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ആനിവേഴ്സറി ഫ്രെയിം എന്നാണ് കൊടുക്കുന്നത്. ആനിവേഴ്സറി ഫ്രെയിം, ബർത്ത്ഡേ ഫ്രെയിം, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സേവ് ദ ഡേറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ സേവ് ദ ഡേറ്റ്, വെഡ്ഡിങ് സേവ് ദ ഡേറ്റ്, ഇപ്പോൾ ഫ്രെയിം ആണെങ്കിൽ വെഡ്ഡിങ് ഫ്രെയിം, വെഡ്ഡിങ് ആനിവേഴ്സറി ഫ്രെയിം, ബേബി ബയോഗ്രഫി ഫ്രെയിം, അങ്ങനെ പലതിനും പല റേറ്റാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പിന്നെ അതുപോലെ തന്നെ മിനി ഫ്രെയിം, അതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് അവിടെ താഴെ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓരോ റേറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് റേറ്റ് ഇടുന്നത് വെച്ചാൽ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രെയിമിന് എങ്ങനെയാണ് റേറ്റ് ഇടുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പല ക്രിയേറ്റ്സും പല റേറ്റിലാണ് കേട്ടോ ഫ്രെയിമൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ പ്രിൻ്റ് എടുക്കാനും ഫ്രെയിമിനായാലും ഒക്കെ ഓരോ ക്രിയേറ്റ്സിനും ഓരോ റേറ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ കൊറിയർ ചാർജൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. പക്ഷേ നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത് പല ഷോപ്പിൽ പല റേറ്റ് ആയിരിക്കും, ഫ്രെയിമിന് പല ഷോപ്പിൽ പല റേറ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ മുതലാകുന്ന വെച്ചാൽ അതിനനുസരിച്ചാണ് നമ്മൾ വില ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എഡിറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ നല്ലൊരു ഡിസൈൻ എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള വെച്ചാൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഈ ഹോം പേജിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ പണി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്നത് ഈ ഒരു ഡിസൈനറിൽ നിങ്ങൾ അപ്പോൾ അതുപോലെ അൽഫാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ഡിസൈനിൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് ആയാലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രെയിം വെച്ച് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ടാക്കുക. നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ, ടാറ്റാ.